നിങ്ങൾ രാത്രി ഒരിടത്ത് നിൽക്കുന്നു. അവിടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വെളിച്ചം ആവശ്യമുണ്ട്. എന്നാൽ പ്രകാശം കിട്ടാൻ സാധ്യതയുള്ള ഒന്നും അവിടെയില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വൈദ്യുതി ഇല്ല, നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് വെളിച്ചമില്ല. എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശം ഒട്ടാകെ നിങ്ങൾക്ക് പ്രകാശമാനമാക്കാൻ ഒരു കമ്പനി നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കുന്നു, ആ വെബ്സൈറ്റ് ഓണാക്കുന്നു, നിങ്ങളുടെ ലൊക്കേഷൻ ടാപ്പ് ചെയ്യുന്നു, കമ്പനിക്ക് ഒരു സെർട്ടൈൻ എമൗണ്ട് പേ ചെയ്യുമ്പോൾ കുറച്ച് നിമിഷത്തിനുള്ളിൽ സ്പേസിൽ നിന്നും വളരെ വലിയൊരു പ്രകാശം നിങ്ങൾ നിൽക്കുന്ന പ്രദേശം ആസകലം ഇലുമിനേറ്റ് ചെയ്യാൻ പോകുന്നു. ഈ ഒരു സയൻസ് ഫിക്ഷനായിട്ട് തോന്നാവുന്ന സംഭവത്തെ കൊമേഴ്സ്യൽ ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. റിഫ്ലക്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സ്റ്റാർട്ടപ്പാണ് ഇത്തരത്തിൽ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സാറ്റലൈറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിററിന്റെ സഹായത്തോടു കൂടി നമ്മൾ വെബ്സൈറ്റിൽ സെലക്ട് ചെയ്യുന്ന സ്ഥലത്തെ രാത്രി സമയം ഇലുമിനേറ്റ് ചെയ്യാൻ സഹായിക്കുമെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ പുറത്തിറക്കിയത്. അതിനുവേണ്ടി ഒക്ടോബർ വരെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റിൻ്റെ സംവിധാനവും ഒക്ടോബറിന് ശേഷം ഈ ഒരു സംവിധാനം റോൾ ഔട്ട് ചെയ്യപ്പെടും എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള പരസ്യവുമൊക്കെ ഇങ്ങനെ പല രീതിയിൽ ഇതിൻ്റെ ഇൻഫർമേഷനൊക്കെ പല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. സത്യത്തിൽ റിഫ്ലക്റ്റ് ഓർബിറ്റിന് അത് അടുത്തെങ്ങാനും സാധിക്കുമോ? ഇത്തരത്തിലുള്ളൊരു പദ്ധതി നമുക്ക് കഴിയുമോ? ഭൂമിയിലെ രാത്രി സമയത്തെ പ്രകാശമാനമാക്കാൻ കഴിയുന്ന വലിയൊരു റിഫ്ലക്ടർ ആകാശത്തുണ്ട്. അതാണ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന നിലാവിൻ്റെ വേരിയേഷൻ സത്യത്തിൽ സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്തു വരുന്നതാണ്. ഭൂമി സ്വയം തിരിയുന്ന സമയത്ത് ഭൂമിയുടെ ഒരു ഹാഫിൽ സൂര്യപ്രകാശം കിട്ടുകയും അടുത്ത ഹാഫിൽ സൂര്യപ്രകാശം കിട്ടാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി എങ്ങനെയാണോ ചന്ദ്രൻ രാത്രി സമയത്ത് നിലാവ് തരുന്നത്, അതുപോലെ വലിയ മിററുകളുടെ സഹായത്തോടു കൂടി പ്രകാശം നമ്മുടെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പദ്ധതിയെക്കുറിച്ച് ശാസ്ത്രലോകം ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. നാസ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി സഞ്ചരിക്കാൻ കഴിയുന്ന സോളാർ സെയിൽ എന്ന പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന സാറ്റലൈറ്റുകൾ നിർമ്മിക്കാനുള്ള ശ്രമം നടത്തി പരീക്ഷിച്ചിരുന്നു. 1990 സ്നാമിയ എന്ന് പറയുന്ന ഒരു ജെയിന്റ് പദ്ധതിയുടെ ഭാഗമായിട്ട് USSR 25 മീറ്റർ ഡയമീറ്ററുള്ള വലിയൊരു മിററിനെ മടക്കി ഒരു റോക്കറ്റിനകത്താക്കി അതിനെ സ്പേസിൽ എത്തിച്ചു, അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റുപാടുമുള്ളൊരു സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പമുള്ള എൻ്റയർ പ്രദേശത്തെ ഇലുമിനേറ്റ് ചെയ്ത് പരീക്ഷണം വിജയിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഫണ്ടിങ് ഇഷ്യൂവും USSRന്റെ തകർച്ചയും ഒക്കെ തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചില്ല. അതായത് ഭൂമിയിൽ രാത്രി സമയത്ത് പ്രകാശം കിട്ടുക എന്ന് പറയുന്നത് വളരെ വൈൽഡായിട്ടൊരു ഐഡിയ ഒന്നുമല്ല. പക്ഷേ ടെക്നോളജിക്കലി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുമോ? അതിനെന്തെല്ലാം വെല്ലുവിളികളുണ്ട്? ഇനി അത് സാധിച്ചാലും അതെന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളെ സ്വാധീനിക്കാൻ പോവുക? സ്നാമിയ മിഷനെ കുറിച്ച് പണ്ട് ഞാൻ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഭൂമിയുടെ ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ യഥാർത്ഥ സൂര്യപ്രകാശത്തിൻ്റെ അത്രത്തോളം ഇൻറ്റൻസിറ്റി ഇല്ലെങ്കിലും ചെറിയൊരു വെളിച്ചം പോലെ നമുക്കത് കിട്ടും. ഈ റിഫ്ലക്റ്റ് ഓർബിറ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന സമയത്ത് നമ്മൾ കാണുന്ന സത്യത്തിൽ വളരെ ഉയരത്തിലുള്ള ഏതോ ഡ്രോണിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലൈറ്റിൻ്റെ സഹായത്തോടു കൂടി ആ പ്രദേശം ഇലുമിനേറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയുള്ള മിമിക്കാണ്. എന്നാൽ സത്യത്തിൽ എത്രമാത്രം ഇത് പോസിബിളാണ്? നമ്മൾ ആകാശത്ത് പലപ്പോഴായിട്ട് വിമാനങ്ങൾ പോകുന്നത് കാണാറുണ്ട്. വിമാനത്തിന് വളരെ വലിയ ലൈറ്റ് ഉണ്ട്. എന്നാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വിമാനത്തിൻ്റെ സാന്നിധ്യം കാണിക്കുന്ന ലൈറ്റുകൾ എത്രത്തോളം ചെറുതാണ്. അതുപോലെ തന്നെ നിലാവില്ലാത്ത തെളിഞ്ഞ ആകാശമുള്ള രാത്രി ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപഗ്രഹങ്ങളെ കാണാൻ കഴിയും. അത് വളരെ പൊട്ടുപോലെ നക്ഷത്രങ്ങൾ പോലെ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇത്രയും ഉയരത്തിലേക്ക് പോകും തോറും നമുക്ക് നമ്മുടെ വസ്തുക്കളെ വളരെ ചെറുതായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രകാശവും അത്രത്തോളം ചെറുതായിരിക്കും. ഭൂമിയുടെ ഒരു പ്രദേശത്തെ നമുക്ക് ഇലിമിനേറ്റ് ചെയ്യണമെങ്കിൽ അത്രത്തോളം ഏരിയയെ കവർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ മിററുകൾ നമുക്ക് സ്പേസിൽ എത്തിക്കാൻ സാധിക്കണം. അതായത് കോസ്റ്റ് തീരെ കുറഞ്ഞ നമ്മുടെ റോക്കറ്റുകൾക്കകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന എന്നാൽ വളരെയധികം ഡ്യൂറബിൾ ആയിട്ടുള്ള സ്പേസ് ഡെബിസോ മറ്റോ അടിച്ചാൽ യാതൊരു കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ നിവർത്തിയെടുത്തിട്ട് സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഭീമാകാരന്മാരായിട്ടുള്ള 100 മീറ്ററെങ്കിലും വലിപ്പമുള്ള വലിയ റിഫ്ലക്ടറുകൾ ഉണ്ടെങ്കിലേ ഭൂമിയുടെ ഒരു വലിയ സ്ഥലത്തെ നമുക്ക് ഇലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതും വളരെ നേർത്ത ഒരു ലൈറ്റ് കൊണ്ട് മാത്രമായിരിക്കും. ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഒരു വെബ്സൈറ്റിനകത്ത് കയറിയതിന് ശേഷം നമ്മൾ നമ്മുടെ GPS കോർഡിനേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുമോ? അതിന് ഒന്ന്, ഭൂമിക്ക് ചുറ്റും ഭൂമിയുടെ അതേ വേഗതയിൽ കറങ്ങുന്ന സാറ്റലൈറ്റുകൾ ഘടിപ്പിച്ചാലേ മതിയാവും. അല്ലാതെ വളരെ വേഗത്തിൽ ഭൂമിയെ ചുറ്റുന്ന ലോ എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ടെക്നോളജി നടപ്പിലാക്കാൻ കഴിയില്ല. സ്പേസ് എക്സ് ഇൻ്റർനെറ്റ് തരാൻ വേണ്ടി ഒരു 200-400 കിലോമീറ്ററിന് ഇടയ്ക്ക് കൊണ്ടുവന്ന് സാറ്റലൈറ്റ് വയ്ക്കുന്നത് പോലെയല്ല ഒരു വലിയ മിററിനെ സ്പേസിൽ സ്ഥാപിച്ചിട്ട് ഭൂമിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുക. അതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റുകളാണ്. ഏകദേശം ഭൂമിയിൽ നിന്നൊരു 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങൾക്ക് ഭൂമിയുടെ ഒരേ ലൊക്കേഷനിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയും.
അവിടെ നമ്മളൊരു മിറർ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് നമുക്ക് പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യിക്കാം. പക്ഷേ ലൊക്കേഷൻ മാറ്റണമെങ്കിൽ ഈ എൻ്റയർ മിററും സാറ്റലൈറ്റിൻ്റെ ഒരു കോർഡിനേഷനും ഒക്കെ തന്നെ മാറ്റുകയും അതിനനുസരിച്ചുള്ള ത്രസ്റ്റർ സാങ്കേതിക വിദ്യയും മറ്റും ആവശ്യമുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രിസൈസ് ആയിട്ടുള്ളൊരു ടെക്നോളജി അവിടെ വേണം. മറ്റൊന്ന്, ഭൂമിയുടെ അന്തരീക്ഷം ഒരുപാട് സൂര്യപ്രകാശത്തെ അബ്സോർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമുക്ക് ചന്ദ്രൻ്റെ നിലാവ് അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ട് കിട്ടാത്തത്. അപ്പോൾ ഒരു അത്യാവശ്യം വലിയ മിറർ ഉപയോഗിച്ചുകൊണ്ട് നല്ല റിഫ്ലക്റ്റിവിറ്റിയിൽ സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്താലും അവിടുത്തെ അന്തരീക്ഷത്തിലെ എയർ പൊല്യൂഷൻ, പൊടിയുടെ അംശം, വെള്ളത്തിൻ്റെ അംശം, കാലാവസ്ഥ, കാർമേഘങ്ങൾ, അങ്ങനെ ഒരുപാട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുകയുള്ളൂ. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, വലിയ ഒരു മിററിനെ സ്പേസിലേക്ക് എത്തിക്കുക. രണ്ട്, ഈ മിററിനെ കൃത്യമായിട്ട് നാവിഗേറ്റ് ചെയ്യുക. ഈ പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിച്ചാലേ ഈ ഉണ്ടാക്കിയിരിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള മിററിനെ നിലനിർത്താനും അതിന് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു റിഫ്ലക്റ്റീവ് പർപ്പസ് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇനി ഇത്തരത്തിലൊരു മിററിനെ നമുക്ക് ഭൂമിക്ക് ചുറ്റും ഘടിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകളുടെ ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ സോളാർ പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി നിർമ്മിക്കുന്ന വലിയ സോളാർ ഫാമുകളിൽ 24 മണിക്കൂറും വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയും. കാരണം പകൽ മാത്രം വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പോരായ്മ സോളാർ പാനലുകൾക്കുണ്ടല്ലോ. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലഡോ അല്ലെങ്കിൽ മറ്റ് നാച്ചുറൽ ഡിസാസ്റ്ററുകളോ സംഭവിക്കുന്ന പ്രദേശത്ത് അത്യാവശ്യം വേണ്ട ലൈറ്റിങ്ങുകൾ എത്തിക്കാൻ കഴിയും. തുടങ്ങി ഒട്ടനവധി ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. അതേസമയം ലൈറ്റ് പൊല്യൂഷൻ, അൺവാണ്ടഡ് ഏരിയകളിൽ അടിക്കുന്ന പ്രകാശം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എക്കോളജിക്കലായിട്ട് ജീവജാലങ്ങൾക്ക് മറ്റും ഉണ്ടാകുന്ന രാത്രിയും പകലും കൃത്യമായി കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അതേപോലെ പല സിനിമകളിലും കാണുന്നത് പോലെ ഇത് വെപ്പണൈസ് ചെയ്യാനുള്ളൊരു സാധ്യത, ഒരു പ്രത്യേക സ്ഥലം ആക്രമിക്കണമെങ്കിൽ അവിടെ മാത്രം പ്രകാശം എത്തിച്ചിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ചില സെക്യൂരിറ്റി കൺസേൺസ്, അങ്ങനെ പല കാര്യങ്ങളും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാകാം. ഇത് സാധ്യമാകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ട് ഞാൻ പറയാം, ഒരു 10 വർഷത്തേക്ക് സാധ്യമാവില്ല. ഇനി ഈ കമ്പനി ഇത് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് നൽകാൻ കഴിയുന്നത് വളരെ വലിയ ഹൈഡ്രജനോ ഹീലിയമോ നിറച്ച ബലൂണിൻ്റെ സഹായത്തോടു കൂടി ഇത് ടെസ്റ്റ് ചെയ്യാമെന്നുള്ളതല്ലാതെ സ്പേസിൽ റിഫ്ലക്റ്ററുകൾ എത്തിച്ചിട്ട് കൃത്യമായിട്ട് നമ്മൾ വെബ്സൈറ്റിൽ ടാപ്പ് ചെയ്യുമ്പോൾ ആ GPS ലൊക്കേഷനിലേക്ക് കൃത്യമായിട്ട് പ്രകാശം എത്തിക്കുന്ന സംവിധാനം ഉടനെയൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഭൂമിയിൽ ഇത്തരത്തിൽ മിററുകൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇറ്റലിയിലെ വിഗാനെല്ല എന്ന് പറയുന്ന ഒരു വില്ലേജ്. ഈ ഒരു വില്ലേജ് വളരെയധികം മലകൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു വില്ലേജാണ്. അപ്പോൾ ആ ഒരു ഗ്രാമപ്രദേശത്ത് വിൻ്റർ സമയമാകുമ്പോൾ സൂര്യപ്രകാശം വളരെ ചരിഞ്ഞടിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ കാര്യമായ സൂര്യപ്രകാശമൊന്നും ഏകദേശം ഒരു 4 മുതൽ 6 മാസം വരെ കിട്ടാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ ആളുകളും മേയറും ഒക്കെ ചേർന്നുകൊണ്ട് വലിയൊരു മിറർ ഉയരത്തിൽ ഒരു കുന്നിൻ്റെ ചരിവിലായിട്ട് ഘടിപ്പിക്കുന്നു. ഈ കുന്നിൻ ചരിവിൽ ഘടിപ്പിച്ചിരിക്കുന്ന മിററിൽ വന്ന് വീഴുന്ന സൂര്യപ്രകാശം ഗ്രാമത്തെ ഇലുമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നൊരു പദ്ധതി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മൾ സൂര്യപ്രകാശം അടിക്കാത്തൊരു റൂമിലേക്ക് ഒരു കണ്ണാടി ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ള വെയിലിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത് പോലെയാണ് ഈ ഒരു പദ്ധതി. സൂര്യപ്രകാശം നമ്മൾ ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് പേപ്പറുകളും മറ്റും കരിക്കാൻ ഉപയോഗിക്കുമല്ലോ. ഇതേപോലെ സ്പേസിൽ ഘടിപ്പിച്ചിരിക്കുന്ന വലിയ റിഫ്ലക്ടറുകളെ അല്ലെങ്കിൽ വലിയ മിററുകളെ പർട്ടിക്കുലർ ആംഗിളിൽ തിരിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഒരു ലൊക്കേഷനിലേക്ക് നല്ല ചൂട് കൂടിയ വെയിലിനെ എത്തിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു ഭീകരമായിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതൊക്കെ സയൻസ് ഫിക്ഷനാണ്. ഇതൊക്കെ വളരെ വലിയ കാര്യങ്ങൾ. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുടെ ഒരു പ്രദേശത്തേക്ക് സൂര്യപ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്ത് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു ഐഡിയയാണ്. അതിനുള്ള ടെക്നോളജിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും സാധിക്കും. പക്ഷേ അത് സാധ്യമാക്കിയെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു സുഹൃത്ത് ഈ വീഡിയോ അയച്ചു തന്നതാണ്. ആക്ച്വലി ഒക്ടോബറിൽ അവസാനിക്കുമെന്ന് പറയുന്ന ഇതിൻ്റെ ഒരു അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റിലേക്ക് 30,000-ലധികം പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്നാണ് സോഷ്യൽ മീഡിയ വഴി ഈ റിഫ്ലക്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ആളുകൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വീക്കിൽ മാത്രം 10,000-ഓളം പേര് രജിസ്റ്റർ ചെയ്തു. ഇത് പ്ലോസിബിൾ ആണോ അല്ലേ എന്നുള്ളതല്ല, ഒരുപക്ഷെ എത്രത്തോളം ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നും ഇതിൽ ഫണ്ട് റൈസ് ചെയ്ത് ഇതിനൊരു സ്റ്റാർട്ടപ്പാക്കി മാറ്റിയിട്ട് ഭാവിയിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ കഴിയുമോ എന്നും അറിയാനുള്ളൊരു ഇന്നവേറ്റീവ് പദ്ധതിയായിരിക്കാം ചിലപ്പോൾ റിഫ്ലക്റ്റ് ഓർബിറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പേരിൽ നടത്തുന്ന പരസ്യവും ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഫണ്ട് റൈസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി ടെക്നോളജിക്കലി ആൾമോസ്റ്റ് ഒരു 5-10 വർഷത്തേക്ക് ഇമ്പോസിബിൾ എന്ന് പറയാൻ കഴിയുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. നമുക്ക് അത്രത്തോളം വലിയ രീതിയിൽ GPS-ൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഭൂമിയിലേക്ക് സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുന്ന വലിയ സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ വികാസം പ്രാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് നിലവിലത്തെ കണ്ടെത്തലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നൊരു വസ്തുത. അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നൽകാൻ കഴിയുന്ന, നിങ്ങൾക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് ഇതെന്നെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. പറ്റുമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.